ആദ്യ മദർഷിപ്പ് എത്തിയതിന് പിന്നാലെ വിഴിഞ്ഞത്ത് കടലിലും കരയിലും കനത്ത സുരക്ഷയാണ്. വിഴിഞ്ഞത്തിലൂടെ 4 വർഷം കൊണ്ട് കേരളത്തിലെത്തുക 10,000 കോടിയുടെ സ്വകാര്യ നിക്ഷേപമാണ്. അതിനിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വത്തെ ചൊല്ലി തർക്കവും ഉണ്ടാകുന്നുണ്ട്. രാവിലെ ആ കടൽ ദൂരത്ത് പൊട്ടുപോലെ നമ്മൾ കണ്ട സാക്ഷാൽ സാൻ ഫെർണാണ്ടോയാണ് ദാ ഈ കിടക്കുന്നത്. കേരളത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ആ യാത്രയും വരവേൽപ്പും രാജകീയമായിരുന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെഴ്സിക്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് കഴിഞ്ഞ മാസം 22-നാണ് ചൈനയിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. ഇന്ന് രാവിലെ 7 മണിക്ക് ഇന്ത്യൻ സമുദ്രാതിർത്തിയും കടന്ന് കേരളത്തിന്റെ കണ്ണിൽ തെളിഞ്ഞു. പിന്നീട് നടന്നതെല്ലാം സ്വപ്നതുല്യമായ കാര്യങ്ങൾ. എന്റെ കൈയകലത്തിൽ എന്റെ കൺകാഴ്ചയ്ക്ക് മുൻപിൽ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പോയ ടഗ് ബോട്ടുകൾ, അത് ഒരു വലിയ കാഴ്ചയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പതുക്കെ തിരമാലകളെ കീറിമുറിച്ച് സാക്ഷാൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നു. വിഴിഞ്ഞത്ത് നിന്ന് സാൻ ഫെർണാണ്ടോയെ ടഗ് ഷിപ്പുകൾ വാട്ടർ സല്യൂട്ട് നൽകിയാണ് ആനയിച്ചത്. തുറമുഖ മന്ത്രി VN വാസവൻ ബർത്തിങ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ടഗ് ബോട്ടുകൾ ചേർന്ന് സാൻ ഫെർണാണ്ടോയുടെ ബർത്തിങ് യാഥാർത്ഥ്യമാക്കി. സേഫ് ബർത്തിങ്ങിന് ശേഷം അടുത്ത ആകാംക്ഷ കണ്ടെയ്നർ അൺലോഡിംഗ്. 11:30 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ പ്രവർത്തിച്ചു തുടങ്ങി. 12:15 കണ്ടെയ്നർ തുറമുഖത്തെത്തിച്ചു. ഓരോ ക്രെയിനുകളുടെയും പ്രവർത്തനശേഷി പരിശോധിച്ചു വരികയാണ്. ഇന്ന് മുഴുവൻ തുടരുന്ന അൺലോഡിംഗ് നാളെയോടെ അവസാനിപ്പിക്കും. ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് യാത്ര തിരിക്കും. പിന്നാലെ 2 ഫീഡർ കപ്പലുകൾ തുറമുഖത്തെത്തും. തുറമുഖത്തിറക്കിയ ചരക്കുകൾ ഫീഡർ കപ്പലുകൾ രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കും. അടുത്ത 2 മാസം മദർഷിപ്പുകൾ ഉൾപ്പെടെ വന്നുപോകും. സെപ്റ്റംബറിൽ തുറമുഖം കമ്മീഷനിംഗ് നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കപ്പലെത്തിയ ആദ്യ ദിവസം രാഷ്ട്രീയ വിവാദങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ല. മദർഷിപ്പ് മടങ്ങും മുൻപ് അവകാശവാദങ്ങളും ആവശ്യങ്ങളും ഉയർന്നു. വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റൺ ഔദ്യോഗിക ഉദ്ഘാടനം നാളെയാണ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലാണ് കോൺഗ്രസിന് അതൃപ്തി. വിഴിഞ്ഞം പദ്ധതിയിൽ സർക്കാരിന് സങ്കുചിത മനോഭാവമാണെന്ന് രമേശ് ചെന്നിത്തല. വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. പരിപാടി ബഹിഷ്കരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് പറയുമ്പോഴും നഷ്ടപരിഹാര കുടിശ്ശിക ചൂണ്ടിക്കാട്ടി ശശി തരൂരും ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. സ്വീകരണ ചടങ്ങിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെന്നറ്റോയും പങ്കെടുക്കില്ല. വിവാദങ്ങൾ അതിന്റെ വഴിക്ക് പോകട്ടെ. മലയാളി കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് കൂറ്റൻ കപ്പലെത്തി. ലോകം വിഴിഞ്ഞത്തേക്ക് കണ്ണുവെക്കുന്നു. കേരളത്തിന് ഇനി വികസന നാളുകൾ. ഷഫീദ് റാവുത്തറിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അവകാശവാദങ്ങൾ, രാഷ്ട്രീയ അവകാശവാദങ്ങൾ. വിൻസി വി പറയുന്നത് ചാകര അടുത്തു വിഴിഞ്ഞത്ത് എന്നുള്ളതാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ തുടരുന്നുണ്ട്. 2 ജനകീയ വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. നൌഷാദ് പുന്നത്തല ഒരു കാര്യം പറയുന്നുണ്ട്. ട്രെയിൻ യാത്രാ ദുരിതങ്ങൾ കാണാൻ റെയിൽവേ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ്. കേരളത്തിൽ അൺറിസർവ്ഡ് യാത്ര കൂടുതൽ കണ്ണൂർ തിരൂർ റൂട്ടിലാണ്. ഈ മേഖലയിൽ ഹ്രസ്വദൂരത്തേക്ക് കൂടുതൽ പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നേരെ കഴിഞ്ഞ ദിവസമൊക്കെ കൊങ്കൺ പാത വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അപ്പോൾ വലിയ യാത്രാ ദുരിതം ഉണ്ടായി എന്നാണ് പറയുന്നത് മലബാർ മേഖലയിൽ. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതികരണം എന്നാണ് വിചാരിക്കുന്നത്. മിനി ബാബു ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ചേർത്തല, മാരാരിക്കുളം പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. പനിയും കൊളറിയും ഒക്കെ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ശുദ്ധജലം ലഭ്യമാകാത്ത അവസ്ഥയാണ് എന്ന് മിനി ബാബു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികാരികളുടെ അടുത്തേക്ക് നമ്മൾ ആ വിഷയം കൂടി എത്തിക്കുകയാണ്.